ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഫിലിപ്സിൻ്റെ ഒരു മൈക്രോ കൺട്രോളൊക്കെ ഉള്ള ഒരു ട്രിമ്മറിൻ്റെ സർവീസിംഗ് ആണ്. അപ്പോൾ ഇപ്പോൾ വരുന്ന മിക്കവാറും ട്രിമ്മറും കാര്യങ്ങളൊക്കെ ചാർജിങ് കൺട്രോൾ ഉണ്ട്, കൂടാതെ മൈക്രോ കൺട്രോളിലാണ് നമ്മുടെ ബാറ്ററി പ്രൊട്ടക്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു ട്രിമ്മറാണിത്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ മുകളിലായിട്ട് 2 സ്ക്രൂ ഉണ്ട്. ഞാനത് ആദ്യം ഊരി മാറ്റിയിട്ടുണ്ട് കേട്ടോ. കൂടാതെ പുറകിൽ ഇത് അവിടെ ഒരു സ്ക്രൂവും കൂടി ഉണ്ട്, അത് ഞാൻ ഊരിയിട്ടുണ്ട്. അതൊരു സാപ്പ മോഡൽ സ്ക്രൂ ആണ്. അതായത് മൈനസ് ഇട്ട് പിടിച്ചാൽ ചിലപ്പോൾ നമുക്ക് കിട്ടും. അപ്പോൾ അതൊരു സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ കൊണ്ടാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇത്ര സ്ക്രൂ ആണ് നമുക്കതിൽ നിന്ന് ഊരി മാറ്റിയിട്ടുള്ളത് കേട്ടോ. 2 മീഡിയം ടൈപ്പ്, ഒരു ലോങ് ഉള്ളതും ഒരു ബ്ലാക്ക് കളർ സ്ക്രൂ ആണ് വരുന്നത്. അപ്പോൾ ഫിലിപ്സിൻ്റെ ട്രിമ്മറുകളൊക്കെ നമുക്കൊരു വാറണ്ടി 2 ഇയർ ഒക്കെ കിട്ടുന്നുണ്ട്. ഇതുപോലെ അഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് വാറണ്ടി ഒന്നും കിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വാറണ്ടിയൊക്കെ നിങ്ങളുണ്ടെങ്കിൽ സർവീസ് സെൻറ്ററിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതും മാറ്റി കിട്ടുന്നതാണ്. അപ്പോൾ വാറണ്ടി കഴിഞ്ഞൊരു മോഡൽ ട്രിമ്മറാണ്. നമ്മൾ ഉള്ളിൽ ഇതാ നോക്കുമ്പോൾ കാണാം, അതൊരു ബോർഡും കാര്യങ്ങളൊക്കെ നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ അതൊരു മൈക്രോ സ്വിച്ചാണ് വരുന്നത്. ചാർജിങ് ലൈറ്റൊക്കെ കാണിക്കുന്നുണ്ട്, ബാറ്ററി ഫുള്ളൊക്കെ ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ട്രിമ്മർ എന്തെങ്കിലും ഓൺ ആവുന്നില്ല. ചില സമയത്ത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ അത് ഇരിക്കുകയും ചെയ്യും, ഓഫാകുകയില്ല. അപ്പോൾ നമുക്കിവിടെ ഈ മൈക്രോ സ്വിച്ചിൻ്റെ കംപ്ലയിൻ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി നമ്മളിവിടെ ഒന്ന് ഷോർട്ട് ചെയ്ത് നോക്കുന്നുണ്ട്. അങ്ങനെ ഷോർട്ട് ചെയ്ത് നോക്കിയിട്ടും ഈ സംഭവം ഓണായി കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു കംപ്ലയിൻ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഇത് റെഡിയാക്കാൻ വേണ്ടി നോക്കുന്നത്. അപ്പോൾ അത് ഞാൻ ബ്ലോവറും കൊണ്ടൊന്ന് വാട്ടർ റെസിസ്റ്റൻസ് ഒക്കെ വന്നിട്ടുണ്ടോ കണ്ടില്ലേ, ഉള്ളിൽ വൈറ്റ് കളറുള്ളതൊക്കെ റെഡ് കളർ ആയിട്ടുണ്ട് കണ്ടില്ലേ, ആ സ്റ്റിക്കർ റെഡ് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ളത് കൊണ്ട് ചിലപ്പോൾ വാട്ടർ റെസിസ്റ്റർ ആയിരിക്കുമെന്ന് വെച്ചുകൊണ്ട് ഞാനൊന്ന് ക്ലീൻ ചെയ്തൊക്കെ ഒന്ന് നോക്കിയിരുന്നു. അപ്പോൾ ഒന്ന് ഓണായി കിട്ടിയിരുന്നു, കുറച്ച് ദിവസമൊക്കെ വർക്കിങ്ങിൽ കിട്ടി. അപ്പോൾ വീണ്ടും പഴയ പോലെ തന്നെ ആവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ട്രിപ്പിളിൻ്റെ 2 റീചാർജബിൾ നിക്കൽ കാഡ്മിയം ബാറ്ററിയാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. അപ്പോൾ മോട്ടറിൻ്റെ പ്ലസ് കണക്ഷൻ ഇവിടെ കാണുന്നുണ്ട്, കൂടാതെ നമുക്ക് മോട്ടറിൻ്റെ മൈനസ് കണക്ഷൻ ഇവിടെ കാണുന്നുണ്ട്. അതിവിടെ ഒരു മോസ്ഫെറ്റ് ഉണ്ട്. മോസ്ഫെറ്റിൻ്റെ ഔട്ട്പുട്ടിലാണ് നമ്മൾ ഈ മോട്ടറിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ മോസ്ഫെറ്റിൻ്റെ ഇൻപുട്ടും ഔട്ട്പുട്ടും കൂടി നമ്മൾ ഷോർട്ട് ചെയ്യുമ്പോൾ മോട്ടർ നമുക്ക് ഇവിടെ വർക്ക് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം, മോട്ടറിൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഷോർട്ട് ചെയ്യുമ്പോൾ ഇവിടെ മോട്ടർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ മോസ്ഫെറ്റിലേക്കുള്ള ആ സിഗ്നൽ കിട്ടുന്നില്ല, അതുകൊണ്ടാണ് ഈ ട്രിമ്മർ വർക്ക് ചെയ്യാണ്ടായിട്ടുള്ളത്. ചില കാരണങ്ങളിൽ മോട്ടർ കംപ്ലൈൻ്റ് ആയിട്ട് അങ്ങനെ വരാറുണ്ട് കേട്ടോ. മോട്ടർ കംപ്ലൈൻറ്റുള്ള മെയിനായിട്ടുള്ള കാരണം ബ്ലേഡിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാത്തതുകൊണ്ടാണ്. നമ്മുടെ ട്രിം ചെയ്യുന്ന ബ്ലേഡിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കണം, എന്നാൽ മാത്രമാണ് കംപ്ലൈൻ്റ് ആവാണ്ട് നിൽക്കുകയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വിചാരിക്കുന്നു. കൂടാതെ ഒന്ന് ലൈക്ക് ചെയ്യുക, വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇതിലിപ്പോൾ ചെയ്യാൻ പറ്റുന്നത്, ഈ മൈക്രോ കൺട്രോൾ റെഡിയാവാത്തത് കൊണ്ട് നമുക്ക് ഇതിൻ്റെ സ്പെയർ പാർട്സ് ഒന്നും കിട്ടാത്തതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പോകുന്നത് നോർമൽ ഒരു സ്വിച്ച് വെച്ചിട്ട് നമുക്ക് മോസ്ഫെറ്റിനെ അവിടെ കണക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സ്വിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വിച്ച് ഫിറ്റ് ചെയ്യാനിപ്പോൾ നമുക്കിവിടെ നോക്കിയിട്ട് ഒരു സ്ഥലം, ഒരു ഗ്യാപ്പ് കാണുന്നത് ഈ ഒരു ഭാഗത്ത് മാത്രമാണ്. അപ്പോൾ ആ ഒരു ഭാഗത്ത് നമുക്ക് സ്വിച്ച് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് ഈ സ്വിച്ച് ഇവിടെ ഫിറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സ്വിച്ച് ഫിറ്റ് ചെയ്യുമ്പോൾ വാട്ടർ റെസിസ്റ്റൻസ് ഒന്നും കയറാതിരിക്കാനും നമ്മൾ സ്വിച്ച് ഓൺ ചെയ്ത് ഓഫ് ചെയ്തുമ്പോൾ കയറാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ബുഷൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബുഷ് ഇടാം നമുക്ക്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത്, ഈ പോയിൻ്റ് ചെയ്ത ഭാഗത്ത് നമുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കണം. അത് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ സ്ക്രൂ ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോൾഡറിങ് ആണ് വെച്ചിട്ട് വേണമെങ്കിൽ ഹോൾ ചെയ്യാം, അതിൽ ചെറിയൊരു ഡ്രില്ലൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഹോൾ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ആ ഒരു റബ്ബർ ബുഷ് ഇടാൻ ഭാഗത്തിനുള്ളൊരു ഹോള് നമുക്ക് അവിടെ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ സാധാരണ ഒരു നമ്മുടെ ട്രിമ്മറിൻ്റെ ഇവിടെ ഹോൾ ഇട്ട് കൊടുത്തത് സോൾഡറിങ് അയൺ കൊണ്ടാണ്. അപ്പോൾ സോൾഡറിങ് അയൺ കൊണ്ട് ഹോളിട്ട ശേഷം നമുക്കതൊന്ന് വലുതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉളിയോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമുക്ക് ഡ്രില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. മാക്സിമം ഏത് ലെവലിൽ വേണം നമുക്ക് ഹോള് വലുതാക്കണം എന്ന് വെച്ചാൽ ആ ലെവലിൽ നമുക്കിവിടെ വലുതാക്കി കൊടുക്കാം. അപ്പോൾ ഹോൾ ഇടുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ആ ബുഷ് ഒരു ടൈറ്റിൽ നിൽക്കാൻ പാകത്തിന് നമ്മൾ കറക്റ്റ് ഹോൾ ഇട്ട് കൊടുക്കുക. അതിൻ്റെ സൈഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ചെത്തിക്കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് നമുക്ക് ആ ബുഷ് കറക്റ്റ് നിൽക്കാൻ പാകത്തിന് വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് സ്വിച്ച് വെച്ച ശേഷം നമുക്ക് ആ ഒരു ഭാഗം, ഒരു ബുഷ് കറക്റ്റ് നമുക്ക് ആ സ്വിച്ച് ഓൺ ഓഫ് ആവുന്ന രീതിയിൽ ആ റബ്ബറിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു പോയിൻ്റ് നമുക്ക് കട്ട് ചെയ്തിട്ട് ആ ലെവലിൽ മാറ്റി കൊടുക്കാവുന്നതാണ് കേട്ടോ. എന്നാലാണ് നമുക്ക് സ്വിച്ച് കറക്റ്റ് ഓൺ ഓഫ് ചെയ്യാനൊക്കെ പറ്റുകയുള്ളൂ. അപ്പോൾ സ്വിച്ച് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സ്വിച്ചിൻ്റെ ആ സെൻറ്ററിൽ വരുന്ന ഈ ഒരു പൊസിഷൻ നമുക്ക് അത് സ്വിച്ചിൻ്റെ നോബിനനുസരിച്ച് കട്ട് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ഒരു ലെവലിൽ വേണം അത് കട്ട് ചെയ്ത് കളയാൻ, ഓവറായിട്ട് കട്ട് ചെയ്യരുത്, അപ്പോൾ നമുക്ക് ഓൺ ചെയ്യാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഞാൻ ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് വെച്ചിട്ട് ആ ഒരു ലെവൽ കാര്യങ്ങളൊക്കെ കറക്റ്റാണോ നോക്കണം. അപ്പോൾ സ്വിച്ചിൻ്റെ ഈ ഒരു ലെവലിൽ വെച്ചിട്ട് വേണം നമുക്കത് കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ആ ഒരു ചെറിയൊരു സ്പേസ് കിട്ടിയാൽ മാത്രമേ നമുക്ക് സ്വിച്ച് കറക്റ്റായിട്ട് ഓണായും ഓഫായും വരികയുള്ളൂ. അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് വേണം നമുക്കിതിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ.
അപ്പോൾ ഓൾറെഡി നമ്മളിവിടെ ക്ലിയർ ആക്കിയിട്ടുണ്ട്. നമുക്ക് ഉൾഭാഗത്തുള്ള ആ പൊടിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് വൃത്തിയാക്കിയിട്ട് അതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് PCBയിലേക്ക് കണക്ട് ചെയ്യാനുള്ള നല്ലൊരു വയർ നമുക്ക് സെലക്ട് ചെയ്യണം. അങ്ങനെ വയർ എടുത്തിട്ടുണ്ട്. നമുക്കത് നേരെ സ്വിച്ചിലേക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള സ്വിച്ചൊക്കെ സോൾഡർ ചെയ്യുമ്പോൾ നമ്മൾ മാക്സിമം ഹീറ്റ് പെട്ടെന്ന് തന്നെ കൂളാവുന്ന രീതിയിൽ വേഗം തന്നെ സോൾഡർ ചെയ്യണം. അപ്പോൾ അതിന് ഫ്ലെക്സ് ഉപയോഗിച്ചിട്ട് ഇതേപോലെ വെച്ചിട്ട് വേഗം തന്നെ സോൾഡർ ചെയ്ത് നമ്മളെ കൂളാക്കി എടുക്കണം. അല്ലെങ്കിൽ ആ സ്വിച്ചിൻ്റെ പൊസിഷൻ ഉരുകി പോയിട്ട് നമുക്ക് പിന്നെ കറക്റ്റ് വർക്ക് ചെയ്യാണ്ടൊക്കെ വരും കേട്ടോ. പിന്നെ നമ്മളിവിടെ കോപ്പറിൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. നമ്മളത് വെച്ചിട്ടാണ് നമ്മൾ സ്വിച്ച് അതിലേക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോപ്പറിൻ്റെ ഒരു ലീഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ അറ്റത്ത് കുറച്ച് ലെഡ് ആക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പ്ലാസ്റ്റിക്കിലേക്ക് നമ്മളത് പഞ്ച് ചെയ്ത് പിടിപ്പിക്കുകയാണ്. അപ്പോൾ ഉള്ളിലേക്ക് ഇത് പ്ലാസ്റ്റിക് സ്വിച്ച് പിടിപ്പിക്കാൻ വേണ്ടി ഭാഗത്തേക്ക് നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ അവിടേക്ക് ഉരുക്കി അങ്ങോട്ട് പിടിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഉരുക്കി പിടിപ്പിക്കുമ്പോൾ നമുക്കത് ഉണങ്ങിയ ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ കൂളായിട്ട് അവിടെ നിന്ന് വേണമെങ്കിൽ പ്രസ് ചെയ്ത് കൊടുക്കാം കൈ കൊണ്ട്. അപ്പോൾ കൈ പൊള്ളരുത്, വളരെ ശ്രദ്ധിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അത് സ്ട്രോങ് ആയിട്ട് അവിടെ ഇരുന്നോളും. ഇനി നമുക്ക് വയറിംഗ് ഇട്ട സ്വിച്ച് നമുക്ക് അവിടെ വെച്ച് കൊടുക്കാം. അപ്പോൾ അങ്ങനെ സ്വിച്ച് വെച്ച ശേഷം നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു പൊസിഷൻ വർക്കിംഗ് ആണോ എന്ന് നോക്കിയിട്ട് എന്തെങ്കിലും നമ്മൾ കറക്റ്റ് നമുക്ക് അവിടെ വൈൻഡ് ഇങ്ങനെ മടക്കിയ ശേഷം നമുക്ക് ഇങ്ങോട്ടേക്ക് ആവശ്യത്തിന് നീളം വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കവിടെ ഉരുക്കി പിടിപ്പിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കറക്റ്റ് ആ ഒരു അളവിന് വേണ്ടിയിട്ട് അവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അത് ഉരുക്കി പിടിപ്പിക്കാം. അപ്പോൾ അങ്ങനെ ഉരുക്കി പിടിപ്പിക്കുമ്പോൾ കറക്റ്റ് ആയിരിക്കണം. സ്വിച്ച് ഇവിടെ ആ സ്വിച്ചിൻ്റെ റബ്ബർ കട്ട് ചെയ്ത് കളഞ്ഞതൊക്കെ ലെവലാണെന്ന് നോക്കണം കേട്ടോ. അല്ലാതെ നമ്മളിത് പിടിപ്പിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആവില്ല. അപ്പോൾ അല്ല വളരെ സോഫ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന രീതിയിലാണെങ്കിൽ നമുക്ക് ഇതേപോലെ കറക്റ്റായിട്ട് പിടിപ്പിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ വയറിങ് ഇട്ടിട്ടുണ്ട്. നമ്മൾ സ്വിച്ച് പിടിപ്പിച്ചിട്ട് സ്വിച്ച് ഇവിടെ ഓക്കെയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗമ്മ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നാൽ പിന്നെ സ്വിച്ച് ഇളകി പോകും, അങ്ങനത്തെ പ്രശ്നമൊന്നും വരില്ല. അപ്പോൾ നമ്മളിവിടെ ഗം ആഡ് ചെയ്യുന്നത് ഗ്ലൂ സ്റ്റിക്കാണ് ആഡ് ചെയ്യുന്നത്. സൂപ്പർ ഗ്ലൂ അങ്ങനെയുള്ള ഗമ്മൊന്നും ഇവിടെ ഉപയോഗിക്കരുത്. ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്വിച്ചൊക്കെ കൂടി സ്റ്റക്കായി പോകുന്നതാണ്. അപ്പോൾ ഗ്ലൂ സ്റ്റിക്ക് മെല്ലെ ഒന്ന് ഉരുക്കിയ ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ കറക്റ്റായിട്ട് അവിടെ ഒട്ടിപ്പിടിച്ചിരുന്നോളും. അപ്പോൾ നമുക്കിവിടെ സ്വിച്ച് കറക്റ്റായിട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മൈക്രോ സ്വിച്ചിൻ്റെ ആ ഒരു സെക്ഷൻ വർക്ക് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് അവിടേക്ക് നമുക്ക് ഈ മാനുവൽ സ്വിച്ച് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിന് മോട്ടറിൻ്റെ മൈനസ് കണക്ഷനാണ് നമുക്ക് അവിടെ കാണുന്നത്. അപ്പോൾ മോട്ടറിൻ്റെ മൈനസ് കണക്ഷനിലേക്ക് നമ്മൾ വയർ സോൾഡർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ മൈനസ് കണക്ഷൻ നമ്മളവിടെ സോൾഡർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മോസ്ഫെറ്റിൻ്റെ മൂന്നാമത്തെ കാലിലേക്കാണ് നമ്മൾ അടുത്ത വയർ സോൾഡർ ചെയ്ത് പിടിപ്പിക്കേണ്ടത്. അപ്പോൾ മൈക്രോ ടിപ്പുള്ള സോൾഡറിങ് കഴിഞ്ഞാണെങ്കിൽ നമുക്ക് വൃത്തിയായിട്ട് സോൾഡർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്നും സ്പെയർ ഒന്നും നമ്മൾ ഊരിക്കളയേണ്ട ആവശ്യമില്ല. നമുക്ക് ആ മോസ്ഫെറ്റ് അവിടെ തന്നെ നിന്നോട്ടെ. അതിലേക്കുള്ള ബയാസിങ് വോൾട്ടേജിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ മൂന്നാമത്തെ കാലിലേക്ക് സ്വിച്ചിൽ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് ഒരു പ്ലസ് വോൾട്ടേജ് കിട്ടുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ആ മോസ്ഫെറ്റ് കറക്റ്റ് വർക്ക് ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഈ സർക്യൂട്ട് കംപ്ലീറ്റ് ആവുന്നത്. ഇനി നമുക്കിവിടെ സ്വിച്ച് ഓൺ ചെയ്ത് നോക്കാം മോട്ടർ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഓക്കെ ആയിട്ടുണ്ട്, മോട്ടർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ മാനുവലായിട്ടുള്ള സ്വിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരിക്കലും ട്രിം ചെയ്യുമ്പോഴൊന്നും ഓണാവാതെ വരിക അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും വരില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതേപോലെ പരിഹരിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഓക്കെയാണ്, നമുക്കിവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇത് അടച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിത് അടയ്ക്കുമ്പോൾ കറക്റ്റ് വയറൊന്നും അതിൽ ടച്ച് ആവാണ്ട് ലോക്ക് ആവാണ്ടൊക്കെ നോക്കണം. അപ്പോൾ കറക്റ്റ് സ്പേസൊക്കെ ഇട്ട് വെച്ചിട്ട് നമുക്ക് അടച്ചു കൊടുക്കാവുന്നതാണ്. നമുക്ക് കറക്റ്റ് അളവ് വയറ് മാത്രമേ നമുക്ക് ഇവിടെ ഇടേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. ഓവറായിട്ട് വയറൊന്നും വേണ്ട. നമുക്കത് കറക്റ്റ് ഒതുക്കി വെച്ച ശേഷം ഇതിങ്ങനെ ക്ലിപ്പിംഗ് ലോക്കിംഗ് ആയതുകൊണ്ട് നമുക്ക് അത് കറക്റ്റ് വെച്ചിട്ട് ഇവിടെ നമുക്ക് ലോക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ലോക്കാക്കിയിട്ടുണ്ട്. നമുക്ക് ബ്ലേഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഇടയ്ക്ക് ഓയിൽ ഓരോ പ്രാവശ്യം ട്രിം ചെയ്യുമ്പോഴും ഓയിൽ ഇട്ട് കൊടുത്താലാണ് നമുക്ക് ട്രിമ്മറിൻ്റെ മൂർച്ച നഷ്ടപ്പെടാതിരിക്കാനും കറക്റ്റായിട്ട് മുറിഞ്ഞ് കിട്ടാനും മോട്ടർ കംപ്ലൈൻറ്റ് ആവാണ്ടിരിക്കാനും ബാറ്ററി വീക്കാതിരിക്കാനൊക്കെ പറ്റുകയുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നമുക്ക് ഇവിടെയുള്ള സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ 2 സ്ക്രൂ ഉണ്ട്. കൂടാതെ നമുക്ക് ഇവിടെ ഒരു സ്ക്രൂ വരുന്നുണ്ട്, ബാക്ക് സൈഡിൽ ഒരു സ്ക്രൂ ഉണ്ട്. അങ്ങനെ 4 സ്ക്രൂ ആണ് മൊത്തത്തിൽ വരുന്നത്. അപ്പോൾ അത്രയും സ്ക്രൂ നമ്മളിവിടെ കറക്റ്റ് ഇട്ട് അടച്ച് ലോക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ സ്ക്രൂ പോയിൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനത്തെ മൾട്ടി സ്ക്രൂ ഡ്രൈവർ ഉണ്ടാവും. അതിൽ നമുക്ക് ഇതിൻ്റെ സ്ക്രൂ ഡ്രൈവർ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ അത് ഉണ്ടെങ്കിലാണ് നമുക്ക് കറക്റ്റ് ഊരാൻ പറ്റുകയുള്ളൂ. നമ്മൾ സാധാരണ മൈനസൊക്കെ ഇട്ട് പിടിക്കുമ്പോൾ ചിലപ്പോൾ കെട്ടിക്കൊള്ളുന്നില്ല, അതിൻ്റെ ത്രെഡ് നാശമായി പോകുന്നതാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. നമ്മുടെ ബ്ലേഡ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ക്ലീൻ ചെയ്ത് കൊടുത്ത് നമുക്കിവിടെ അടച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ബ്ലേഡിൻ്റെ അവിടെ ഓയിലിട്ട് കൊടുക്കാം. കൂടാതെ മോട്ടറിൻ്റെ പകരുന്ന ഭാഗത്ത് ഗ്രീസ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ ഇടയ്ക്കൊക്കെ അത് അഴിച്ച് ക്ലീൻ ചെയ്യുകയും അങ്ങനെ വൃത്തിയായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ കാലം നമുക്ക് ട്രിമ്മറൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക.
കൂടുതൽ വീഡിയോസ് പ്ലേലിസ്റ്റിലുണ്ട്, നിങ്ങൾക്ക് അവിടെ നോക്കിയിട്ട് വീഡിയോസൊക്കെ കാണാവുന്നതാണ്. മറ്റൊരു കിടിലം വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഒരുപാട് ട്രിമ്മറിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ എൻ്റെ സ്ക്രീനിൽ അത് കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് അവിടെ നോക്കിയിട്ട് കാണാവുന്നതാണ് കേട്ടോ. ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഒന്നുമില്ല.